ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു വരി എഴുതി പേഴ്സിൽ വെച്ചാൽ പണം പേഴ്സിൽ വന്ന് നിറയും. ഇനി വേണ്ട, വീട്ടിൽ വെച്ചാൽ അത് ശിവന്റെ ഫോട്ടോയുടെ മുന്നിൽ വെക്കണം. വീട്ടിൽ വെച്ചാലും സാമ്പത്തികം, പണം, ഐശ്വര്യം, ശിവഭഗവാന്റെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഐശ്വര്യങ്ങൾ വന്ന് നിറയും. ഇനിയും നിങ്ങൾക്കൊരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെയും വെക്കാം. ഇനി പണപ്പെട്ടി, നിങ്ങൾക്ക് പണം സൂക്ഷിക്കുന്ന ഒരു ഡ്രോയർ ഉണ്ട്, അല്ല അലമാരിക്കകത്ത് പണം വയ്ക്കുന്ന പണവുമായി ബന്ധപ്പെട്ട പാസ്ബുക്കോ അതിൻ്റെ കൂടെ ഈ പറയുന്ന ഒരു വരി എഴുതി പറയുന്ന രീതി വെച്ചാൽ സാമ്പത്തികം വളരെ വലിയ രീതി വന്നു വീട്ടിലേക്ക് കയറുവാനും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകാനും ഉപകരിക്കും. ഈ പറയുന്ന ഒരു വരി അത് ശിവന്റെ ഒരു അത്ഭുത താളിയോല മന്ത്രമാണ്. ഒരു വരി. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം, ഏത് സമയമാണ് ചെയ്യേണ്ടത് എന്നെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. നമ്മുടെ വീഡിയോ എല്ലാ തരത്തിലുള്ള ആളുകളും കാണുന്നുണ്ട്. മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലുള്ള മലയാളീസും കാണുന്നുണ്ട്. പലരും വീഡിയോയിലൊക്കെ വാട്സപ്പിലൊക്കെ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം ഉണ്ട്. ഒരുപാട് ജീവിതങ്ങൾ മാറുന്നു. എല്ലാത്തിനും ശിവഭഗവാന് നന്ദി. ശിവ. അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല, എൻ്റെ വേറൊന്നും തരാനുമില്ല. ശിവ. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു തരികയാണ്. ഇനിയും വീഡിയോയിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ മിസ് ചെയ്യരുത്. അതുകൊണ്ടാണ്, അതായത് കൈരേഖ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചിലരുടെ കയ്യിൽ ഈ പണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരുടെ കൈരേഖ, അല്ലെങ്കിൽ സാമ്പത്തികമായി തട്ടിപ്പിൽ പോയി ചാടാൻ സാധ്യതയുള്ളവരുടെ കൈരേഖ, അല്ലെങ്കിൽ ചിലരിപ്പോൾ സ്വർണമോ പണമോ ഒക്കെ കടം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ കയ്യിൽ ആ രേഖ ഉണ്ടെങ്കിൽ അവരത് കൊടുക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ കൈരേഖ കാണിച്ചു തരുന്നുണ്ട്. അതുകൂടെ നിങ്ങൾ കാണണം. പിന്നെ അങ്ങനെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്വർണ്ണ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടാനുള്ള ചെയ്യേണ്ട ചില വിദ്യകൾ. ഇനിയും അങ്ങനെ കൈരേഖയുള്ളവർക്ക് പണവും സ്വർണവും ഒന്നും നഷ്ടപ്പെടാതിരിക്കാനും സാമ്പത്തിക തട്ടിപ്പുകളിൽ ചാടാതിരിക്കാനും ചെയ്യാനുള്ള വിദ്യകൾ, ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ അവർക്ക് വരുമാനമൊന്നുമില്ല. അപ്പോൾ അവർക്ക് സാമ്പത്തികം വരാൻ വേണ്ടി അവർക്ക് ചെയ്യാവുന്ന ചെറിയൊരു പൊടിക്കൈ, ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. അത് അമ്മമാർക്കെന്നല്ല, എല്ലാവർക്കും ചെയ്യാം. ഒരു ചെറിയ പൊടിക്കൈ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഇത് ആദ്യം പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഇത്രയും കാര്യം നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാതെ പോകരുത്. വീഡിയോ കാണാതെ ഞാൻ തിരക്കിയിരിക്കുമ്പോൾ എന്നോട് വാട്സപ്പിൽ സാറേ സ്വർണം കൊടുത്തു, പണം കൊടുത്തു, കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരിഹാരം എപ്പോഴും ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം. ഇതെല്ലാവർക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അത് ഉപകരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 10,500 വീഡിയോയിൽ ഒരു വീഡിയോ മാത്രമാണിത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടുത്തുന്ന, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടാതെ നിങ്ങളെ സംരക്ഷിക്കുന്ന, നിങ്ങളെ ജീവിതം തിരിച്ചു പിടിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ബുക്കിലൊക്കെ എഴുതി വെച്ചോണം. നാളെയൊക്കെ വീഡിയോ ഈ യൂട്യൂബിലൊക്കെ എന്നും കാണുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇതൊന്നും ഒരിക്കലും ആരും പറഞ്ഞു തരത്തില്ല. വേണ്ടവർ പ്രയോജനപ്പെടുത്തിക്കോണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്നോട് എപ്പോഴും ചോദിക്കരുത്, വീഡിയോ ആവശ്യമുള്ളവർ കണ്ടോണം. ഈയിടെ ഒരാൾ വാട്സപ്പിൽ ചോദിച്ചു, സാറേ സ്വർണം മേടിക്കാൻ ഏത് ദിവസം പോകണം? ഞാൻ പച്ച മലയാളത്തിൽ സ്വർണം മേടിക്കാൻ ഏതൊക്കെ ദിവസങ്ങൾ പോകാം, ഏതൊക്കെ നക്ഷത്രം അല്ലെ ഏതൊക്കെ ദിവസങ്ങൾ ചേർന്ന് വരുന്ന ദിവസങ്ങൾ പോകാം. അങ്ങനെ ഞാൻ പറഞ്ഞ് സ്വർണം മേടിക്കാൻ പോയ ഒരു വ്യക്തിക്ക് ആ സ്വർണം പൊലിച്ച് ശരിക്കും. അങ്ങനെ അയാൾ വർഷങ്ങൾ കഴിഞ്ഞ് എന്നെ ഇവിടെ കാണാൻ വന്നു, ആ ഒരു അനുഭവം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. ഇതൊന്നും കാണത്തില്ല, വീഡിയോ ഒന്നും കാണത്തില്ല. എന്നിട്ട് ചുമ്മാ എന്നോട് വാട്സപ്പിൽ ചോദിച്ചോളൂ ഞാൻ തിരക്കായിരിക്കുമ്പോൾ. അത് ശരിയാണോ നിങ്ങൾ തന്നെ ആലോചിക്കുക. അപ്പം ഞാനെല്ലാം അതുപോലെ വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത്. എൻ്റെ അകവും പുറവും ശിവബോധം മാത്രമേ ഉള്ളൂ. ശിവമന്ത്രം ജപിച്ചുകൊണ്ടാണ് സദാസമയം ഇരിക്കുന്ന ആ ഭഗവാനെ വിളിച്ചുകൊണ്ടാണ്, അല്ല വേറെ ഒന്നും എനിക്കില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അരമണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് പൈസ ഉണ്ടാകും ഒന്നും ഞാൻ പറയത്തില്ല. പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങളതിന് വേണ്ടി പരിശ്രമിക്കുകയും കൂടെ ചെയ്താൽ, നിങ്ങളെ വിശ്വസിച്ച് ചെയ്താൽ സാമ്പത്തികം വരും. എല്ലാം നല്ല കാര്യങ്ങളാണ്. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തൊരു വഴിക്ക് പോട്ടെ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്.
താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. എല്ലാവർക്കും മറുപടി തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള ഒരു കാര്യമുണ്ട്, നല്ല കാര്യമായിരിക്കണം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യമോ അങ്ങനെയുള്ള കാര്യമൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചോദിക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുമില്ല. പിന്നെ അതുപോലെ അവിടെ പോയി ഇവിടെ പോയി ആ ദോഷമുണ്ട് ഈ ദോഷമുണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം, കൈവശ ദോഷമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നുമില്ല, ഞാൻ പറയത്തുമില്ല. നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. പിന്നെ പ്രേമ കാര്യങ്ങൾ അതും എന്നോട് ചോദിക്കരുത്. നമ്മളോട് പറഞ്ഞിട്ടല്ല ആരും പ്രേമിക്കാൻ പോകുന്നത്. പ്രേമിച്ചാൽ അത് കല്യാണം കഴിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പണിക്ക് പോകരുത്. അല്ലെങ്കിൽ അത് നല്ലതാണെങ്കിൽ അതിന് പോവുക. നമുക്ക് നല്ലത് വരുന്നതാണെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങൾക്ക് പോവുക. ഇതൊന്നും നമ്മളോട് ചോദിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ അഭിപ്രായം പറയാറില്ല. അതുപോലെ മറ്റുള്ളവനെ ഇപ്പോൾ എനിക്കൊരു കടയുണ്ട്, അടുത്തൊരു കടയുണ്ട്, അവന് കച്ചവടം കൂടുതൽ, അതെങ്ങനെയെങ്കിലും കുറയ്ക്കാവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. അത് തെറ്റായ കാര്യങ്ങളാണ്. നമുക്ക് ഉയർച്ച ഉണ്ടാകണം, നല്ലത് ചെയ്യുക, നല്ലത് ചിന്തിക്കുക. കാരണം ഞാനൊരു ശിവയോഗിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് ഉണ്ടാകും. അപ്പോൾ നല്ല കാര്യങ്ങൾ വിശ്വസിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ഹസ്തരേഖ സംഖ്യ യൂഷൻ ഗ്രഹനില ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, പ്രിയാകുമ്പോൾ മറുപടി തരും. പറ്റാത്തവർക്ക് പിന്നെ വാട്സപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുക. ശ്രദ്ധയിൽപ്പെടുമ്പോൾ മറുപടി തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. വീഡിയോയിൽ പറയുന്നതിനുള്ള നല്ല കാര്യമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ കാര്യം. അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പിന്നെ വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ കയറിയിരുന്നാൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. പട്ടിണി കൊണ്ടു മൂട്ടയെടുത്തേ ഉള്ളൂ. വഴിപാട് ചെയ്യുന്നതോടൊപ്പം ഈശ്വരൻ നമുക്ക് ബുദ്ധിയാണ് തരുന്നത്. നമ്മുടെ ബുദ്ധി തെളിയും. നമുക്ക് പുതിയ വരുമാനത്തിലുള്ള മാർഗ്ഗങ്ങൾ തരും. അപ്പോഴെല്ലാം പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതോടൊപ്പം നമ്മൾ ഈശ്വരാധീനം കൂടെ ആകുമ്പോൾ താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. അപ്പോഴാണ് ജീവിതത്തിൽ ഉയർച്ച വരുന്നത്. അങ്ങനെയാണ് രക്ഷപ്പെട്ടവരെല്ലാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞു 15 പവൻ ഒരാൾ സ്വർണം ഒരാൾ കടം കൊടുത്ത് കിട്ടിയില്ല. ഞാൻ പറഞ്ഞ ഭദ്രാളിക്ക് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് കിട്ടി. അപ്പോൾ അവിടെ ഞാൻ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ആ വഴിപാട് ചെയ്യുന്നതോടൊപ്പം അമ്മയെ വിശ്വസിക്കണം. അല്ല ചുമ്മാ വഴിപാട് ചെയ്തുകൊണ്ടൊന്നും ഫലം ഉണ്ടാകത്തില്ല. അമ്മയെ വിശ്വസിക്കുക എന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ചിന്തിക്കാതിരിക്കണം. പിന്നെ അതേക്കുറിച്ച് വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കുമോ, ഭദ്രകാളി എന്നെ അനുഗ്രഹിക്കുക, ഇങ്ങനെ ചിന്തിച്ചാൽ നടക്കത്തില്ല. ചെയ്തു മറന്നു, ഉടനെ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ ഈശ്വരാധീനത്തോടു കൂടി പരിശ്രമിക്കുമ്പോൾ ആ ഫലം കാണും. അങ്ങനെയാണ് അവരുടെ 15 പവനും തിരിച്ചു കിട്ടിയത്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആളുകൾക്ക് ഫലം ലഭിക്കുന്നത്. നമ്മൾ സത്യസന്ധമായ കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക. ഇനി ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് വാട്സപ്പിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. പറ്റുന്നവർക്ക് പറ്റുന്നവർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇതാണ് സാഹചര്യം. ഇനിയും വീഡിയോയിലേക്ക് വിശദമായിട്ട് വരികയാണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോ ആണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇനിയും എല്ലാവരും ഒരുപാട് പൈസയൊക്കെ നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടാതെയും നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടാനും ഒക്കെ ഉപകരിക്കുന്ന വീഡിയോ ആണ്. അത് വിശ്വാസത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അല്ല ഞാൻ ഒരു ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ആളല്ല. ഞാൻ കൺസൾട്ടിങ് ചെയ്ത പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്ക് അതിൻ്റെ ഫലങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു, 20 ലക്ഷം രൂപ കിട്ടാക്കടം കിട്ടാനുള്ളവർക്ക് ഇനി 2 ലക്ഷം രൂപയെ കിട്ടാനുള്ളൂ, ബാക്കി മുഴുവൻ തിരിച്ച് കിട്ടാക്കടമല്ല പറഞ്ഞ് ക്ഷമിക്കണം, കടങ്ങൾ വീടാൻ. അവരുടെ കടങ്ങളിൽ ഒരുപാട് ലോൺസ് ലയബിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മക്കളെയൊക്കെ പഠിപ്പിച്ചതും അങ്ങനെയൊക്കെയുള്ള കാര്യമാണ്, വർഷങ്ങളായിട്ടുള്ളതാണ്. അതിപ്പോൾ 20 ലക്ഷം ഉള്ളത് 18 ലക്ഷവും വീടി 2 ലക്ഷം ഇനി വിടാനുള്ളൂ. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്ത അതിനെക്കുറിച്ചാണ് ഇന്നലത്തെ വീഡിയോ പറഞ്ഞത്. ഇതെല്ലാം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ അത് മനസ്സിലാക്കി ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഞാനീ പറയുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ വേറെ ആരും പറഞ്ഞു തരത്തില്ല. അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക, എഴുതി വെച്ചോണം. അല്ലെങ്കിൽ നാളെ ഒരിക്കൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോ കണ്ടെന്നിരിക്കത്തില്ല. അപ്പോൾ പറയാൻ പറ്റത്തില്ല, 1500 വീഡിയോയിൽ എവിടെ പോയി തപ്പാനാണ്. അപ്പോൾ എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ ശിവോഹം എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ കാര്യമാണ്. ഒരു പേഴ്സിനകത്ത് വയ്ക്കാനും പാകത്തിൽ ഒരു പേപ്പർ എടുത്ത് 2ആയിട്ട് മടക്കുക. കണ്ടോ, പേഴ്സിനകത്ത് വെക്കാനും പാകത്തിൽ ഒരു പേപ്പർ എടുത്ത് 2ആയിട്ട് മടക്കണം. എന്നിട്ട് ആ പേപ്പറിനകത്ത് അതിനുള്ളിൽ ഒരു സൈഡിൽ, ഏതെങ്കിലും ഒരു സൈഡിൽ ക്ലീം നമഃശിവായ എന്ന് എഴുതുക. കണ്ടോ, വ്യക്തമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ക്ലീം കാണാമെന്ന് വിചാരിക്കുന്നു. വ്യക്തമായിട്ട് ക്ലീം നമഃശിവായ, ഓം ഒന്നും ചേർക്കണ്ട, ക്ലീം നമഃശിവായ ഇത്ര എഴുതുക. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ക്ലീം നമഃശിവായ
എന്നിട്ട് ഈ പേപ്പർ അങ്ങ് മടക്കണം. പേപ്പറിനുള്ളിൽ എഴുതണ്ട, പേപ്പറിൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ മടക്കിയിട്ട് പേഴ്സിനകത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വെക്കുന്നതിന് ഒരു രീതിയുണ്ട്. വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു സൂര്യോദയത്തിന് മുമ്പ് ഇത് ആദ്യം പേപ്പറിൽ ഇതുപോലെ എഴുതുന്ന ഒരു തവണ എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാം, ഒരു തവണ എഴുതിയാൽ മതി. പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളിത് വെക്കുന്നതിന് മുമ്പ് പതുക്കെ ദീർഘമായി ശ്വാസം എടുക്കുക, ദീർഘമായിട്ട് ശ്വാസം വിടുക. അതൊരു 3 തവണ ചെയ്യുക. ശ്വാസം ഹോൾഡ് ചെയ്യേണ്ട, പതുക്കെ എടുത്ത് പതുക്കെ വിടുക. അപ്പോൾ നിങ്ങൾ ഈ ശ്വാസത്തെ അനുഭവിക്കണം, അത് മനസ്സ് കൊണ്ട് ലയിച്ച് ചെയ്യുക. അപ്പോൾ ഉള്ളിലൊരു തണുവ് പോലെ ചിലപ്പം തോന്നും. ചിലപ്പം തോന്നണം നിർബന്ധമില്ല, ചിലർക്ക് തോന്നും, ചിലർക്ക് തോന്നത്തില്ല. അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ ഇതേ നോക്കി ഇതിങ്ങനെ നോക്കിയിട്ട് കണ്ടോ, ഇങ്ങനെ നോക്കണം കണ്ണുകൊണ്ട്. എന്നിട്ട് ഇതങ്ങ് അടയ്ക്കണം. അടച്ച് പിടിച്ചിട്ട് കയ്യിൽ പിടിച്ച് ക്ലീം നമഃശിവായ ഇതൊരു 11 തവണ ജപിക്കുക. എന്നിട്ട് പേഴ്സിനകത്ത് വയ്ക്കുക. ദിവസവും രാവിലെ ഇങ്ങനെ ചെയ്യുക. ഈ പേഴ്സിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ 3 ദീർഘമായിട്ട് ശ്വാസം എടുത്ത് ദീർഘമായിട്ട് വിട്ട് അത് കുളി കഴിഞ്ഞ് ചെയ്യാം. അല്ലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കൈയും കാലും മുഖം കഴുകിയിട്ട് ചെയ്യാം. അപ്പം കൈയൊക്കെ നല്ലതായിട്ട് തുടയ്ക്കണം. ഇത് വെള്ളത്തിൻ്റെ അംശം പറ്റരുത്. എന്നിട്ട് ദീർഘമായിട്ട് 3 ശ്വാസം എടുത്ത് ദീർഘശ്വാസം എടുക്കുക, പതുക്കെ വിടുക. പതുക്കെ എടുത്താൽ മതി. 3 എണ്ണം ചെയ്യുക. അതിനുശേഷം ഇത് കണ്ണുകൊണ്ട് ഒറ്റ പ്രാവശ്യം നോക്കാവുള്ളൂ. ഒരു വ്യക്തമായിട്ടൊന്നും നോക്കണ്ട, ജസ്റ്റ് നോക്കിയാൽ മതി. അതതിൻ്റെ രഹസ്യം. ഇങ്ങനെ ക്ലീം എന്നൊക്കെ വ്യക്തമായിട്ട് നോക്കണ്ട, ജസ്റ്റ് കണ്ടാൽ മതി. ജസ്റ്റ് ഒന്ന് കാണുക, അതതിൻ്റെ രഹസ്യം. ജസ്റ്റ് ഒന്ന് കാണുക, ഒരുപാട് കൃത്യച്ച് നോക്കണ്ട. ഒരു സെക്കൻഡ് സമയം നോക്കി ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പിന്നെ അങ്ങ് മടക്കിയേക്കണം. വ്യക്തമായിട്ട് നോക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് മടക്കിയേക്കണം. എന്നിട്ട് കയ്യിൽ പിടിച്ച് ക്ലീം നമഃശിവായ ഇത് 11 തവണ വാ കൊണ്ട് ജപിക്കുക. ജപിച്ച് കഴിഞ്ഞ് അല്പനേരം കണ്ണടച്ച് നിങ്ങളുടെ ഉച്ചയുടെ മധ്യത്തിൽ ഒരു ശിവലിംഗം ധ്യാനിച്ചു വെറുതെ ഇരിക്കുക. അതൊരു 1 മിനിറ്റോ 1/2 മിനിറ്റോ വല്ലതും ചെയ്താൽ മതി. നിത്യേന ഇങ്ങനെ ചെയ്തിട്ട് പേഴ്സിനകത്ത് ഇത് വയ്ക്കുക. ഇങ്ങനെ മടക്കി തന്നെ വയ്ക്കുക. ഇത് പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു കുറേ നാൾ കഴിയുമ്പം ഇത് പേപ്പർ ഇതുപോലെ ഈ മാറി ചെയ്യാം, വേറെ പേപ്പർ എഴുതി ചെയ്യാം. പക്ഷെ ദിവസവും രാവിലെ ഈ പേപ്പർ പേഴ്സിൽ നിന്ന് എടുത്ത് ഇതുപോലെ ചെയ്തിട്ട് വെക്കണം. അപ്പോൾ എഴുതുന്നത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ദിവസവും രാവിലെ പേപ്പർ എടുത്ത് ഇതുപോലെ ഈ വിദ്യ ചെയ്തിട്ട് പേഴ്സിനകത്ത് വയ്ക്കാം. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ വേണേൽ ഈ വേറെ പേപ്പർ ഇതുപോലെ എഴുതി ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് മാറുന്നതിൽ തെറ്റില്ല. അപ്പം പഴയത് എവിടെയെങ്കിലും കളയാതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനിയും തീർന്നില്ല, ഇനിയല്ലേ പരിപാടി കിടക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഒരു ഡപ്പി മേടിക്കുക. നിങ്ങളുടെ കാണുമല്ലോ, അല്ലെങ്കിൽ ഒരു കുപ്പിയോ ഡപ്പിയോ. പക്ഷേ ഇതിൻ്റെ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് തന്നെ ഞങ്ങൾ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തുനിന്ന് നോക്കിയാൽ കാണത്തില്ല. അങ്ങനെയുള്ള ഡപ്പിയോ കുപ്പിയോ ആയിരിക്കണം, ചെറുത് മതി. അതായത് ഇതിൻ്റെ അകത്തൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ വെളിയിൽ നോക്കിയാൽ കാണരുത്. അങ്ങനെയുള്ള ഡപ്പിയോ കുപ്പിയോ ഞങ്ങൾ ചെറുതെടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കിട്ടിയതാണ്, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെ ശിവൻ്റെ ഫോട്ടോയുടെ മുന്നിലോ അല്ലെങ്കിൽ ശിവൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ എവിടെയെങ്കിലും ഭഗവാനെ വിളിച്ച് ചെയ്താലും മതി, കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ചെറിയ ഡപ്പിക്കകത്ത് ഇതെടുത്ത് ഇനി പെണ്ണുങ്ങൾക്കാണെങ്കിൽ അവരുടെ പേഴ്സിനകത്ത് ഇങ്ങനെ ഒരു ഡപ്പിക്കകത്ത് വെക്കുകയും ചെയ്യാം. പെണ്ണുങ്ങൾക്കാണെങ്കിൽ അപ്പോൾ ഇതുപോലെ എഴുതി ശേഷം ദീർഘശ്വാസം പതുക്കെ ശ്വാസം എടുത്ത് ശ്വാസം വിടുക. 3 തവണ ചെയ്യുക. ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ നോക്കുക. നോക്കി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. വ്യക്തമായിട്ട് നോക്കണ്ട, അതിൻ്റെ അത് കാര്യമുണ്ട്. അതാണ് ആ വിദ്യയുടെ രഹസ്യം. എന്നിട്ട് ഇത് കയ്യിൽ പിടിച്ച് ഇതിൻ്റെ അകത്ത് ഒന്ന് കയ്യിൽ പിടിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഡപ്പിക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ അടച്ചിട്ട് ഇത് കയ്യിൽ പിടിച്ച് ക്ലീം നമഃശിവായ എന്ന വാഗൊണ്ട് 11 തവണ നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കുക. അതിനുശേഷം ഉച്ചയിൽ മധ്യത്തിലൊരു ശിവലിംഗം കറുത്ത രൂപത്തിൽ ധ്യാനിച്ച് കണ്ണടച്ച് ഒരു 1/2 മിനിറ്റോ 1 മിനിറ്റോ അല്പനേരം, സെക്കൻഡുകളാണേലും മതി, ഒന്ന് ധ്യാനിച്ച് വേറൊരു ചിന്തയില്ല അതിലൊന്ന് മുഴുകുക അല്പനേരം, ഒരു 1/2 മിനിറ്റോ 1 മിനിറ്റോ. എന്നിട്ട് ഇത് പെണ്ണുങ്ങൾക്കാണെങ്കിൽ അവർ പേഴ്സിനകത്ത് വയ്ക്കുക. അവർക്ക് വലിയ പേഴ്സാണ്, അതിൻ്റെ അകത്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ശിവൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വെക്കാം. പിന്നെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന ഏതെങ്കിലും ഭാഗത്ത് വയ്ക്കാം, അതിനകത്ത് കുഴപ്പമില്ല. ശിവൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വെക്കുന്ന കൂടുതൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും വെക്കാം. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് പണപ്പെട്ടിക്കകത്ത് കൂടെ നിങ്ങൾ പണം വയ്ക്കുന്ന, ഇനി നിങ്ങളിപ്പം ഒരു അലമാരിക്കകത്ത് നിങ്ങൾ പല പണവുമായിട്ട് ബന്ധപ്പെട്ട അലമാരിക്കകത്ത് ബാങ്ക് പാസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഒരു ചെറിയ ഡപ്പിക്കകത്ത് ഇത് വെക്കാം. ദിവസം രാവിലെ എടുത്ത് ഒന്നുകിൽ കുളി കഴിഞ്ഞാൽ കൈയും കാലും മുഖം കഴിഞ്ഞ് ഇങ്ങനെ പതുക്കമായിട്ട് ദീർഘശ്വാസം 3 തവണ വിട്ട് എടുത്ത് വിടണം. ശ്വാസം പിടിക്കുകയൊന്നും വേണ്ട, എടുത്ത് വിട്ടാൽ മതി. പിടിച്ചു വെക്കുകയൊന്നും വേണ്ട, പതുക്കെ എടുത്ത് വിടുക 3 തവണ. അതിനുശേഷം ഇത് കയ്യിലെടുക്കണം. ദിവസവും രാവിലെ ഇത് ഇങ്ങനെ കയ്യിലെടുത്ത്
ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കി കണ്ണുകൊണ്ട് നോക്കുക, എടുക്കുക, ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഇത് ഈ ഒന്നുകിൽ ഡപ്പിക്കകത്ത് വെക്കാം, എന്നാൽ കൈ പിടിക്കണം, അല്ലെങ്കിൽ കൈ പേപ്പർ മടക്കി പിടിച്ചോ ചെയ്യാം. നമ്മുടെ കയ്യിലിരിക്കണം. ഈ 11 പ്രാവശ്യം ക്ലീം നമഃശിവായ എന്ന് ജപിക്കുമ്പോൾ ഒന്ന് ഡപ്പിക്കകത്ത് വെക്കുക, അല്ലെങ്കിൽ കയ്യിൽ മടക്കി പിടിക്കുക. ക്ലീം നമഃശിവായ എന്ന് വാഗൊണ്ട് 11 തവണ ജപിക്കുക. പിന്നെ ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ട, അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ട, അയ്യോ ഇത് ഞാൻ വെച്ചു, പൈസ വരുമോ, എങ്ങനെ വരും, എനിക്ക് എങ്ങനെ വരാനാണ്, എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഞാൻ പാവപ്പെട്ടവനാണല്ലോ, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ അത് ഈ നമ്മളവിടെ ലോജിക്കുമില്ല, മനസ്സിലായല്ലോ. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയമായ ഉപബോധ മനസ്സിന് ലോജിക്കില്ല. എങ്ങനെ വരുമെന്നുള്ളത് ചിന്തിക്കേണ്ട. അങ്ങനെ സംശയത്തോടു കൂടി ചെയ്താൽ ഫലം ഉണ്ടാകത്തില്ല. നമ്മൾ ആ ഈശ്വരനെ വിശ്വസിക്കുന്നത് ശിവൻ്റെ ഒരു മന്ത്രമാണ്, ദിവ്യമന്ത്രമാണ്. ഭഗവാനെ വിശ്വസിക്കുന്നത് പിന്നെ ഇതേക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഇത് നിങ്ങൾ പേഴ്സി വെക്കാൻ പറ്റുന്നവർ പേഴ്സി വെക്കുക, അല്ലാത്തവർ ഈ പറഞ്ഞതുപോലെ. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ശിവഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ വെക്കാം. ഈ ഡപ്പി ദിവസം എടുത്ത് ഇതുപോലെ ചെയ്യണം കേട്ടോ. പിന്നെ കുറേ ഒരു 3, 4, 5 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ 3 മാസം കഴിയുമ്പം ഇതുപോലെ പേപ്പർ എഴുതി വേറെ പേപ്പറിൽ മാറ്റി വെക്കാം. എഴുതി വേറെ പേപ്പർ വേണം വെക്കാം, പഴയ പേപ്പർ കളയാം. അതൊക്കെ ചെയ്യാം. അപ്പം ഇത് നിങ്ങൾ ചെയ്യുക. ഇനി ഇത് ചെയ്താൽ തീർന്നോ? ഇല്ല. ഇത് ചെയ്തുകൊണ്ട് മാത്രം തീർന്നില്ല. നമ്മൾ ഏതൊരു ദേവന് ഒരു കാര്യം ചെയ്യുവാണേലും ആ ദേവൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിത്തുടങ്ങും. അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ആ ദേവനുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രത്തിൽ പോകണം. പോയി തിങ്കളാഴ്ച ശിവന് ഒന്നുകിൽ കുപ്പിക്കകത്ത് അല്പം നെയ്യ് സമർപ്പിക്കുക, അല്ലെങ്കിൽ നെയ്വിളക്ക് സമർപ്പിക്കുക. അല്പം നെയ്യ് എങ്ങനെ വേണമെങ്കിലും സമർപ്പിക്കുക. അല്പം നെയ്യ് സമർപ്പിക്കുക. അതിൻ്റെ കൂടെ കൂവളത്തിൽ കൊണ്ട് അർച്ചനയും കൂടെ ചെയ്യുക നിങ്ങളുടെ പേരിൽ. ഇത് തിങ്കളാഴ്ച രാവിലെ ചെയ്യുക, സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. പിന്നെ നിങ്ങളുടെ പക്കനാളിന് ശിവനൊരു പാൽപ്പായസവും ഒരു പിൻവിളക്കിന് രസീത് എടുത്ത് അതുകൂടെ വയ്ക്കണം. കൂവളത്തിൽ കൊണ്ട് അർച്ചനയും ചെയ്യണം. അത് പക്കനാൾ എന്ന് പറഞ്ഞാൽ മാസത്തിൽ ജന്മനക്ഷത്രം വരുന്ന ദിവസം പക്കനാൾ തോറും ആവർത്തിക്കണം. ഇത്രയും കൂടെ ഈ 2 കാര്യങ്ങളോട് മറ്റേ തിങ്കളാഴ്ച ആവർത്തിക്കണം, പക്കനാളിനും ആവർത്തിക്കണം ശിവന്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുകൂടി ചെയ്തു കൊള്ളണം. ഇനി നിങ്ങൾക്കിത് ചെയ്തു, സാമ്പത്തികമൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്, കിട്ടുന്ന പൈസ മുഴുവൻ എടുത്ത് പോക്കറ്റ് ഇട്ടാൽ മതിയോ? പോരാ. അതിൻ്റെ ഒരംശമെങ്കിലും നമ്മൾ ദാനം ചെയ്യണം. നല്ല കാര്യത്തിന് വേണ്ടി ദാനം ചെയ്യണം. ഇപ്പോൾ ആരെങ്കിലും ഒരു ആഹാരം വിശന്നിരിക്കുന്ന ആളുകളുണ്ട്, ആഹാരം മേടിച്ചു കൊടുക്കണം. ആരെങ്കിലും ആശുപത്രിയിൽ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് ആപ്പിൾ മേടിച്ചു കൊടുക്കാതെ അവർക്ക് പൈസ കൊടുക്കുക. സാധാരണ ആളുകൾ ചെയ്യുന്നത് ആശുപത്രി ആപ്പിൾ, നമ്മളതല്ല, പൈസ കൊടുക്കുക. ആശുപത്രിയിലൊക്കെ കിടക്കുന്നവർക്ക് പൈസ ആവശ്യം. അവർക്ക് പൈസ കൊടുത്ത് വേണേൽ അവർ ആപ്പിൾ മേടിച്ചോളൂ. അപ്പോൾ പൈസ കൊടുത്ത് സഹായിക്കുക. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണമുണ്ട്, അപ്പോൾ ആ കല്യാണത്തിന് നമ്മൾ കുറേ ഈ പടങ്ങളോ അല്ലെങ്കിൽ കുറേ ക്ലോക്കോ ഒന്നും അല്ല മേടിച്ച് കൊടുക്കേണ്ട, പൈസ കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന. അല്ലെങ്കിൽ ഒരു കയറി താമസമുണ്ട്, ചിലപ്പോൾ അവൻ കടം കയറി ഒരു വശമായിട്ടായിരിക്കും വീട് വെച്ചിരിക്കുന്നത്. നമ്മൾ കഥകളിയുടെ ഒരു പടവോ അല്ലെങ്കിൽ ഒരു വലിയ വള്ളത്തിൻ്റെ ഒരു പടവോ അല്ലെങ്കിൽ കുറേ ഈ ഗ്ലാസ്സോ ഒക്കെ മേടിച്ച് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അതൊക്കെ അവൻ വേണം മേടിച്ചോളും, നമ്മൾ പൈസ കൊടുക്കുക. കാരണം പണം എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് കിട്ടുമ്പോൾ അത് വളരെ ഉപകാരമാണ്. അവരാണേലും ആ ഈശ്വരാന്നൊന്ന് വിളിക്കും. അത് നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ കൊണ്ട് സഹായിക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതുപോലുള്ള വിശേഷ അവസരങ്ങളിൽ പണം കൊടുക്കുക. പിന്നെ അല്ലാതെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആഹാരമായിക്കോട്ടെ, അന്നദാനമായിക്കോട്ടെ, ഒരു ആശുപത്രി കിടക്കുമ്പോഴായിക്കോട്ടെ, അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ശിവഭഗവാൻ നിങ്ങളിൽ പ്രസാദിക്കുന്നത്. അല്ലാതെ കിട്ടുന്ന മുഴുവൻ എടുത്ത് ഞാനങ്ങ് പുട്ടടിച്ച് എൻ്റെ കാര്യത്തിനും എൻ്റെ സ്വാർത്ഥതയ്ക്കും വേണ്ടി ജീവിക്കുന്ന അല്ല ജീവിതം. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ കുറച്ചൊക്കെ നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ പ്രകൃതി പക്ഷിമൃഗാദികളൊക്കെ ഉണ്ട്, അതുങ്ങൾക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പുകളൊക്കെ ചെയ്യാൻ നല്ലതാണ്. ഇപ്പോൾ പക്ഷിമൃഗാദികൾക്കൊക്കെ ആഹാരം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുക, അതിനൊക്കെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും ഒക്കെ ചെയ്യുന്നതല്ല. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതല്ല ഈശ്വരീയത. ഈശ്വരീയത എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം, നമ്മൾക്ക് മറ്റുള്ളവർക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യണം. അതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന കാര്യം ഒരാളൊരു ബുദ്ധിമുട്ടിയിരിക്കുമ്പം അയാളോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുക. അതുപോലെ അയാളുടെ പ്രശ്നത്തിനൊരു നല്ല പരിഹാരം പറഞ്ഞു കൊടുക്കുക. അയാളെ കുഴിയിലാക്കുന്ന പരിഹാരം പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതല്ല, അയാളുടെ ജീവിതത്തിൽ ശരിക്കും മാറ്റം വരുന്ന ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് അയാളെ കൊണ്ട് ചെയ്യാവുന്ന നല്ല കാര്യമായിരിക്കണം, ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളായിരിക്കണം. പക്ഷേ അയാൾക്ക് അതിനൊരു പരിഹാരം കിട്ടുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രായമായവരെ പലരും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം പലരും ചിന്തിക്കുന്നത് അവരെക്കൊണ്ട് ഇനി എന്താണ് പ്രയോജനം, ആ രീതിയിലാണ്. പലരും മൈൻഡ് ചെയ്യാറില്ല. നമുക്ക് പ്രായമായവരോട് സ്നേഹത്തോടെ സംസാരിക്കുക.
അവരടുത്തിരുന്ന് ഇച്ചിരി നേരം സംസാരിക്കുക. അങ്ങനെയുള്ളവരിൽ ദൈവം പ്രസാദിക്കും. ശിവഭഗവാന്റെ അനുഗ്രഹമുള്ളവർ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇനിയും നമുക്ക് ഈ പൈസ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം വേണം. ചിലർക്ക് എത്ര പൈസ കിട്ടിയാലും സന്തോഷം കാണത്തില്ല. അതല്ല, ചെറുതോ വലുതോ ആക്കിയോട്ടെ, പൈസ എവിടുന്ന് കിട്ടിയാലും സന്തോഷത്തോടെ സ്വീകരിക്കണം. കാരണം ഈശ്വരൻ തരുന്നതാണ്. ഈശ്വരന് നന്ദി പറയണം. പരമേശ്വര നന്ദി, ഈശ്വര നന്ദി. ഇനി പൈസ കൊടുക്കുമ്പോഴും നമ്മളൊരാൾക്ക് പണം കൊടുക്കുമ്പോഴും സന്തോഷത്തോടെ കൊടുക്കണം. എനിക്കിത് കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ വന്നതിന് ഈശ്വര നന്ദി, പരമേശ്വര നന്ദി. ഈ 2 കാര്യങ്ങൾ ചെയ്യണം. ഈ 2 കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ചെറിയ കാര്യമല്ല കേട്ടോ. ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്ന കാര്യമാണ്. കാരണം ഞാൻ കമ്പ്യൂട്ടറിൻ്റെ കടയിൽ ജോലി ചെയ്യുമ്പോൾ അന്ന് തുച്ഛമായ ശമ്പളമുള്ളൂ. അപ്പം നമ്മളവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വേണേൽ വേറെ ജോലി തപ്പി പോവാം. പക്ഷേ നമുക്ക് അന്ന് അതിനുള്ള സാഹചര്യം ഇല്ല. അത് നമ്മളെ കുഴപ്പം, നമുക്കത് ഇതായതുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അല്ലാതെ അത് ഒരു അവിടുത്തെ ഒരു ശമ്പളത്തിൻ്റെ കുറ്റമൊന്നും അല്ല ഞാൻ പറയുന്നത്. അത് എനിക്ക് കൺവിൻസ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എൻ്റെ സാഹചര്യം അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ വേറെ തപ്പിപ്പോകണം, അതിനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അല്ലാതെ ഞാൻ അവിടെ ജോലി ചെയ്ത കാലത്തെക്കുറിച്ചോ ആ ഒരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ജോലി ചെയ്യുമ്പോൾ അന്ന് ശമ്പളം കിട്ടും. അപ്പോൾ അത് ഇത്ര ശമ്പളമൊന്നുമല്ല നമ്മളെ പറഞ്ഞെടുക്കുന്നത്, അതിൽ കൂടുതൽ കിട്ടത്തില്ല. നമ്മൾ കൺവിൻസ് ആയതുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. നമ്മളത് മേടിക്കുമ്പോൾ സന്തോഷത്തോടെ മേടിക്കും. ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ശമ്പളം മേടിക്കുമ്പോൾ ഭയങ്കര വിഷമത്തോടെയാണ് ശമ്പളം മേടിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്നിനുമില്ല. അയൽക്കൂട്ടത്തിൽ ലോണ് ഇത് എല്ലാം പോയി കഴിഞ്ഞാൽ എനിക്കൊരു ചെരുപ്പ് മേടിക്കാൻ പോലും ചിലപ്പം തികയത്തില്ല. അപ്പം വളരെ വിഷമത്തോടെയാണ് മേടിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഈശ്വരീയമായ ആത്മീയമായ പാതയിൽ വന്നേ പിന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് ഞാൻ ശമ്പളം മേടിക്കും സന്തോഷത്തോടെ മേടിക്കാൻ തുടങ്ങി. അതുപോലെ ഞാൻ ആർക്ക് പൈസ കൊടുത്താലും അതും സന്തോഷത്തോടെ കൊടുക്കാൻ തുടങ്ങി. ഈശ്വരൻ എനിക്കിത് കൊടുക്കാനുള്ള ഇത് ഈശ്വരൻ എനിക്ക് തന്നുകൊണ്ടല്ലേ എനിക്ക് പൈസ, ഏത് കാര്യത്തിലാണെങ്കിൽ ഒരു ചിലവായിക്കോട്ടെ എന്തിനായിക്കോട്ടെ അത് കൊടുക്കാൻ വേണ്ടി ഈശ്വരൻ തന്നുകൊണ്ടല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഈ 2 കാര്യത്തിൽ ഞാൻ സന്തോഷത്തോടെ ഈശ്വരന് നന്ദി പറയാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ജീവിതം മാറിയത്. ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന ആദ്യം 300 വ്യൂസൊക്കെ എൻ്റെ ചാനലിനുള്ളായിരുന്നു. ഇന്ന് സബ്സ്ക്രൈബർ തന്നെ 4 ലക്ഷത്തിന് മേലുണ്ട്. പിന്നെ വ്യൂസും സാമാന്യം വലിയ വ്യൂസ് അല്ലെങ്കിലും കുഴപ്പമില്ലാതെ നല്ല വ്യൂസും ഉണ്ട്. അത്ര വലിയ വ്യൂസ് അല്ലെങ്കിലും സാമാന്യം കുഴപ്പമില്ലാതുണ്ട്. ഇതൊക്കെ ഉണ്ടായത് ഞാൻ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ്. സന്തോഷത്തോടെ പൈസ കിട്ടുമ്പോഴാണേലും കൊടുക്കുമ്പോഴാണേലും ആർക്ക് കൊടുത്താലും എന്ത് ചിലവായിക്കോട്ടെ അല്ലെങ്കിൽ എന്തിനായിക്കോട്ടെ ആ നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്തേ പിന്നെ എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത്. അത് ഞാൻ എൻ്റെ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അത് നിങ്ങളുടെ ജീവിതം മാറ്റും. അവിടെ ഇവിടെയും കേൾക്കുന്ന കാര്യമോ ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമോ ഒന്നുമല്ല. ഹൃദയത്തിൽ തട്ടി പറയുന്നതാണ്, അത് ഗുണം ചെയ്യും. അത് അനുഭവമാണ്, അറിവല്ല തിരിച്ചറിവാണ്. അത് ജീവിതം മാറ്റും. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് എവിടുന്ന് പൈസ കിട്ടിയാലും സന്തോഷത്തോടെ ഈശ്വര നന്ദി എന്ന് പറഞ്ഞ് മേടിക്കുക. നിങ്ങളിപ്പോൾ എന്തിന് പൈസ, ഒരു ചിലവായിക്കോട്ടെ, ചിലപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ആയിരിക്കും, അല്ല നിങ്ങളിപ്പം ചിലവിനൊക്കെ കടയിൽ സാധനം മേടിക്കാനായിരിക്കും, എന്തിനായിരിക്കും പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഒരിക്കലും വിഷമിക്കരുത്. സന്തോഷത്തോടെ ഈശ്വര എൻ്റെ ഈ ചിലവാക്കാൻ പണം കിട്ടിയതിന് ഈശ്വരന് നന്ദി എന്ന് പറയുക എന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി. ഇതെല്ലാം മനസ്സിൽ പറഞ്ഞാൽ മതി. എന്നിട്ട് പണം ചിലവാക്കുക, പണം തിരിച്ചു വരും ഇരട്ടി. ഇത് ഇന്ന് മുതൽ ചെയ്യുന്ന നിങ്ങൾ നോക്കി. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞത് എൻ്റെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ കണ്ട ജീവിതങ്ങളാണ്. എനിക്ക് 10-15 കൊല്ലത്തിനുള്ളിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എത്രയോ 10,000-കണക്കിന് ആളുകളുടെ കൈരേഖ ഗൃഹനില ഇതൊക്കെ വിശകലനം ചെയ്യാൻ പറ്റിയിരിക്കുന്നു. എത്ര ആളുകൾ ജീവിതത്തെ സ്വാധീനിക്കാൻ പറ്റിയിരിക്കുന്നു. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഒരു വ്യക്തിക്ക്, അത് ഞാനെന്നല്ല ഏതൊരാളുടെയും കാര്യം പറയുന്നത്, ഒരു വ്യക്തിക്ക് എത്രയോ ജീവിതങ്ങൾ മാറ്റാൻ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമല്ല. സാധാരണ ഒരാൾ ഭൂമിയിൽ വന്ന് ജനിച്ചു മരിച്ചു അവനവന് വേണ്ടി മാത്രം ജീവിച്ചു, ഭക്ഷണം കഴിച്ചു, ജീവിച്ചു മരിച്ചു പോകുന്നു. പക്ഷെ ഞാൻ അങ്ങനല്ല. ഞാൻ എൻ്റെ ഇത്രയും വർഷം ജീവിച്ചതിൽ എൻ്റെ ഒരു 10-15 കൊല്ലമായിട്ട് മറ്റുള്ളവരുടെ ജീവിതം ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിച്ച് എത്രയോ കുടുംബങ്ങൾ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജീവിതം മാറിയിരിക്കുന്നു, രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് എൻ്റെ ജീവിതാന്ത്യത്തിൽ ഈശ്വരൻ വിളിക്കുമ്പോൾ പോകുന്നത്. അല്ല വെറുതെ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച് ആഹാരം കഴിച്ചു, ഭക്ഷണം കഴിച്ചു, എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചല്ല ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്. അതൊരു വലിയ കാര്യമാണ്. തമ്പുരാൻ തരുന്ന ഒരു സിഗ്നേച്ചറാണത്. അത് എല്ലാവർക്കും കിട്ടണമെന്നല്ല, അത് പക്ഷെ ഞാൻ പറഞ്ഞ ഓരോ കാര്യത്തിലും ഞാൻ സംതൃപ്തനാണ്. കാരണം ഞാൻ ഒരിക്കലും ആളുകളെ സത്യസന്ധമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരു വീഡിയോ ഓടാൻ വേണ്ടി 1 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് അത് കിട്ടി ഇത് കിട്ടും ഒന്നും ഞാൻ ആരോടും പറയാറില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കിക്കോ, സത്യസന്ധമായ കാര്യങ്ങളെ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ കഴിയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. അത് ഈശ്വര്യമായ സന്തോഷമാണ്. ഈശ്വര ഞാൻ പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, അത് ശരിക്കും മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് അതിൻ്റെ ജീവിതം മാറുമല്ലോ, അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഈശ്വര എന്നൊരു സന്തോഷം എനിക്കുണ്ട്. അങ്ങനെയാണ് എൻ്റെ 1500-ൽ പരം വീഡിയോയും
ഒരു വീഡിയോയും എല്ലാ വീഡിയോ ഒരുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ആദ്യം തൊട്ടുള്ള വ്യൂസുകളില്ലാത്ത 300 വ്യൂസൊക്കെയുള്ള വീഡിയോകൾ ഇതേ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതാണ് നിങ്ങളും ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥത കാണിക്കുക, ഈശ്വരനോട് നന്ദി പറയുക. വരുമാനം ചിലപ്പം ചെറുതായിരിക്കും, എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് ഈശ്വരനോട് നന്ദി പറയുക. നിങ്ങൾ ഏത് കാര്യത്തിനും ചിലവാക്കാൻ നിങ്ങളുടെ ഈ പണം വരുന്നതിന്, ചിലവാക്കാൻ പണം കയ്യിൽ കിട്ടുന്നതിന്, നിങ്ങളുടെ പണം ഉള്ളതുകൊണ്ടല്ലേ ചിലവാക്കാൻ പറ്റുന്നത്, അതിന് ഒരു സാധിക്കുന്നതിന് ഈശ്വരനോട് നന്ദി പറയുക. പണം ആർക്ക് കൊടുത്താലും സന്തോഷത്തോടെ കൊടുക്കുക, സ്വീകരിക്കുമ്പോഴും സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇത് നിങ്ങൾ 1 മാസം അല്ലെ 3 മാസം 6 മാസം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തോ, നിങ്ങളുടെ കയ്യിലേക്ക് സാമ്പത്തികം വന്നിരിക്കും. യാതൊരു സംശയവുമല്ല. ജീവിതം അടിമുടി മാറിയിരിക്കും. അല്ലാതെ വലിയ അഭ്യാസങ്ങളോ അല്ലെ വലിയ സംഭവങ്ങളും ചെയ്യുന്നതിലല്ല കാര്യം. കൃത്യം വേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തെ പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും, മനസ്സിലാകാത്തവരോട് കൂടുതൽ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്നാലാകുന്ന രീതിയിൽ വളരെ വിശദമായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക, അല്ലാത്തവരുടെ വഴിക്ക് പോട്ടെ എന്ന് പറയുന്നു. എല്ലാം സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വിശദമാക്കാൻ പറ്റത്തില്ല. ഇനി കൈരേഖാസ്ഥിതി. ഈ കൈരേഖാസ്ഥിതി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞു തരുന്നത്. 10,000 കൈകൾ, 10,000 ഒന്നും അല്ല കേട്ടോ, ഒരുപാട് കൈരേഖകൾ. പണ്ട് തൊട്ടേ 10,000 കണക്ക് വരുന്നത്, 10,000 ഒക്കെ കഴിഞ്ഞു, ഒരുപാട് സംഖ്യയായി. ദിവസം എത്രയോ കൈരേഖകളാണ് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രഹനിലയാണ്, ഇപ്പോൾ എണ്ണമൊന്നുമില്ല. അപ്പം ഒരു ഉദ്ദേശം പറയുന്നുള്ളൂ. ഒരു 5 കൊല്ലം മുമ്പ് 10,000 കൈ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെ പറയുന്നതേ ഉള്ളൂ, ഒരുപാട് എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പം 10,000 കൈകൾ പരിശോധിച്ചതിൽ, ഗ്രഹനില പരിശോധിച്ചതിൽ ഞാൻ കണ്ട ജീവിതങ്ങൾ, ഞാൻ ചുമ്മാ ഒരു കാര്യം വിശ്വസിക്കത്തില്ല, ഞാൻ അനുഭവത്തിൽ നിന്ന് കണ്ട മനസ്സിലാക്കിയ കാര്യങ്ങൾ, റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് അതൊരിക്കലും പ്രയോജനം ചെയ്യും, അതായത് ജീവിതത്തിൽ എപ്പോഴും പ്രയോജനം ചെയ്യും. ഇത് കണ്ടോ, ഇത് ഹൃദയരേഖയാണ്. നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞു തരുന്നിടത്ത് മാത്രം നോക്കിയാൽ മതി. ഞാൻ ഈ കൈ കാണിക്കുമ്പോൾ അവിടെ ഇവിടെ ഒന്നും നോക്കണ്ട കേട്ടോ, ഞാൻ കാണിക്കുന്നിടത്ത് മാത്രം നോക്കുക, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ പുരുഷന്മാർക്ക് വലത് കൈയും സ്ത്രീകൾക്ക് ഇടത് കൈയുമാണ് നോക്കേണ്ടത്. ഞാനിപ്പോൾ എനിക്ക് സൗകര്യമുള്ളൊരു കൈയെ വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ, എനിക്ക് പറയാനുള്ള സൗകര്യത്തിന് കേട്ടോ. നിങ്ങൾ പറയുന്ന കേൾക്കുക. പുരുഷന്മാർക്ക് വലത് കൈയും സ്ത്രീകൾക്ക് ഇടത് കൈയുമാണ് ഈ പറയുന്ന കാര്യങ്ങൾ നോക്കേണ്ടത് കേട്ടോ. പുരുഷന്മാർക്ക് വലത് കൈയും സ്ത്രീകൾക്ക് ഇടത് കൈയും. അപ്പം ഇത് കണ്ടോ, ഇത് ഹൃദയരേഖയാണ്. അപ്പം ഞാൻ ഹൃദയരേഖയെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആ ഹൃദയരേഖ മാത്രം നോക്കുക. നിങ്ങൾ അവിടെ ഇവിടെ ഒന്നും നോക്കരുത്, പറയുന്ന കാര്യം പിടികിട്ടത്തില്ല. ഇവിടെ മാത്രം ശ്രദ്ധിക്കുക. ഹൃദയരേഖയാണ് ഹൃദയരേഖ. ഈ ഹൃദയരേഖയുടെ ഇത് കണ്ടോ, ഇത് ബുധമണ്ഡലം, ചെറുവിരലിന് താഴെയുള്ള ഭാഗം ബുധമണ്ഡലം. ഈ ബുധമണ്ഡലത്തിന് താഴെ ഈ ഹൃദയരേഖ ചിതറിക്കാണുന്നു, കണ്ടമാനം ചിതറിക്കാണുന്നു. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത്തരക്കാർ നമ്പർ 1 ആശയവിനിമയ സംബന്ധമായി ഏതൊരു കാര്യവും വളരെ വളരെ ശ്രദ്ധിക്കണം. ആളുകളോട് ഇടപഴകുന്നത്, ഒരു കാര്യം ആളുകളോട് സംസാരിക്കുന്നത്, പിന്നെ മറ്റുള്ളവരാൽ കബളിപ്പിക്കപ്പെടാതെ ശ്രദ്ധിക്കണം. കബളിപ്പിക്കാൻ പാകത്തിന് ചെന്ന് നിന്ന് കൊടുക്കരുത്. എന്തുകൊണ്ടാണെന്നറിയോ, ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരെ പലപ്പോഴും വിശ്വസിക്കാറുണ്ട്. അതാണ് പ്രശ്നം വരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത് ഒരു അബദ്ധത്തിൽ ചാടിയിരിക്കുന്നത് കഴിവില്ലാത്തതുകൊണ്ടോ അറിവില്ലാത്തതുകൊണ്ടോ ആരോഗ്യമില്ലാത്തതുകൊണ്ടോ അല്ല, മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ബുദ്ധിയെ വിശ്വസിക്കുക. അങ്ങനെയുള്ളവർക്ക് അബദ്ധങ്ങൾ കഴിവൊന്നും പറ്റാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രേഖാസ്ഥിതി ഉള്ളവർ എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് മറ്റുള്ളവരെ ആവശ്യത്തിൽ കൂടുതൽ വിശ്വസിക്കും. അതുകൊണ്ട് എവിടെ തട്ടിപ്പുണ്ടെങ്കിലും അവിടെ പോയി ചിലപ്പം ചാടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ അറിയത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത ഇവർക്കുണ്ട്, ഒരു സ്പെഷ്യാലിറ്റിയാണ്. ചാടിക്കഴിഞ്ഞാൽ വീട്ടുകാർ പോലും അറിയത്തുള്ളൂ. ഭാര്യയാണെങ്കിൽ ഭർത്താവ് അറിയത്തില്ല, ഭർത്താവാണെങ്കിൽ ഭാര്യ അറിയത്തില്ല. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, മറ്റുള്ളവരെ അറിയത്തില്ല. അറിഞ്ഞാൽ ചിലപ്പം ആ ആപത്തിൽ ചാടാതെ ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും. ആരും അറിയാതെ പോയി ചാടും. ചില ഓട്ടോയൊക്കെ പിടിച്ചായിരിക്കും പോകുന്നത്. എവിടെ തട്ടിപ്പുണ്ടെങ്കിലും അവിടെ പോയി പൈസ കൊടുത്താൽ പൈസ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ പറഞ്ഞുകൊണ്ട് കൊടുക്കുക, എൻ്റെ പൈസ പോയി. ഇതാണ് ഞാൻ വാട്സപ്പിൽ മുഴുവൻ കേൾക്കുന്ന ഇതാ, സാറേ ഞാൻ അവിടെ കൊണ്ട് കൊടുത്തു, ഇവിടെ കൊണ്ട് കൊടുത്തു. എത്ര ആയിരക്കണക്കിന് ദിവസവും ഇത് തന്നെയാണ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? ഇത് എന്നോട് പറയുന്നത് എന്തിനാ? നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണ്ടായിരുന്നോ? വീഡിയോയിൽ പല കാര്യങ്ങളും പറയുന്നില്ലേ, കൈരേഖാസ്ഥിതിയൊക്കെ കാണിച്ചില്ലേ, ശ്രദ്ധിക്കണ്ടായിരുന്നോ? അയ്യോ ഞാനതൊന്നും കണ്ടില്ല സാറേ, ആ വീഡിയോ ഞാൻ കണ്ടില്ല സാറേ, ആളുടെ കുഴപ്പമാണ് സാറേ, ഇതൊക്കെ അവനവൻ ചെയ്യണ്ടേ.
ഇത് നമ്മൾ ഈ മുന്നിൽ ഈ വരുന്ന കാര്യങ്ങളെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തേടി പിടിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി തേടി പിടിക്കുകയുള്ളൂ. ആവശ്യമുള്ള കാര്യങ്ങളും തേടി പിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എത്ര വീഡിയോ ഞാൻ എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതൊന്നും കാണത്തില്ല. കണ്ടാലും വീഡിയോ പകുതി കണ്ടിട്ട് ഇതുപോലെ നല്ല കാര്യം പറയുമ്പോൾ വീഡിയോ ചിലപ്പം കാണാതെ പോകും. അപ്പോൾ അവൻ്റെ കുഴപ്പമാണ്, അവനവൻ്റെ കുഴപ്പമാണ്. പിന്നെ ശ്രദ്ധിക്കുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. ഒരു ആപത്തിലും ചെന്ന് ചാടത്തില്ല. അപ്പോൾ ഇങ്ങനെ രേഖയുള്ളവരോട് കഴിവതും മറ്റുള്ളവർക്ക് സ്വർണം കടം കൊടുക്കുക, പണം കടം കൊടുക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കണം. കിട്ടുന്നവരാണെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലേ കൊടുക്കരുത്. പണം ചിലപ്പം കിട്ടാനോ സ്വർണ്ണമോ കിട്ടാനോ തടസ്സം ഉണ്ടാകും. പിന്നെ ഇങ്ങനെയുള്ളവർ ഈ എന്ത് സാമ്പത്തിക ഇടപാടും വീട്ടുകാരറിഞ്ഞേ ചെയ്യാവുള്ളൂ. ഭാര്യയാണെങ്കിൽ ഭർത്താവും മക്കളും അറിഞ്ഞേ ചെയ്യാവുള്ളൂ. മക്കളാണെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയും മക്കളും അറിഞ്ഞേ ചെയ്യാവുള്ളൂ. ഇനി മക്കളുടെ കയ്യിലാണെങ്കിൽ അച്ഛനും അമ്മയും അറിഞ്ഞാൽ ചെയ്യാവുള്ളൂ. വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഏതൊരു കാര്യങ്ങളും ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ കൂടുതൽ ആപത്തിൽ പോയി ചാടത്തില്ല. വളരെ മനസ്സിലായി. ഇതാരും അറിയാതെ കൂടുതൽ ലാഭത്തിന് വേണ്ടി പോയി ചെയ്യുന്ന, കുരുട്ടുബുദ്ധിക്ക് ചെയ്യുന്ന, ആരും അറിയാതെ ഈ പൈസ കൂടുതൽ കിട്ടിയ എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. അത് അതിബുദ്ധിക്ക് പോകുന്ന ഈ അബദ്ധം പറ്റുന്നത്. ഈ അതിബുദ്ധിക്ക് പോയവർക്കെല്ലാം അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ചിലപ്പോൾ ആരെങ്കിലും വന്നിട്ട് പറയും ഇച്ചിരി സ്വർണം തരാമോ? ആരും അറിയണ്ട. വീട്ടിൽ ചിലപ്പോൾ ഒരു ഭാര്യയോടായിരിക്കും, ഭർത്താവ് ഒന്നും അറിയണ്ട, ഞാൻ അടുത്ത ദിവസം ഞെടിപ്പിച്ച് തന്നേക്കാം, അടുത്ത ആഴ്ച എടുപ്പിച്ച് തന്നേക്കാം. എവിടെ അടുത്ത ആഴ്ച പോയിട്ട് ചിലപ്പോൾ ഒരു നീക്കുപോക്കും കാണത്തില്ല. ചിലപ്പം പിന്നെ വഴക്ക് പിടിച്ചാൽ പോലും ചിലപ്പം കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ പിന്നെ പൈസ മേടിക്കുന്നത് ഇതുപോലെ. ഇങ്ങനെയുള്ളവരെന്നല്ല, എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെ രേഖയുള്ളവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് പൈസയൊക്കെ സൂക്ഷിച്ചാൽ കൊടുക്കാവുള്ളൂ, സ്വർണ്ണമാണെങ്കിലും. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട. ഇത്തരം രേഖയുള്ളവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് ആളുകൾക്ക് ഞാൻ അനുഭവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനിയും ഇവർ പൈസ പണമൊക്കെ കൊടുത്താൽ, സ്വർണ്ണ പണമൊക്കെ കൊടുത്താൽ കിട്ടാനുള്ള പരിഹാരം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് 2 രേഖാസ്ഥിതി ഇവിടെ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഈ പറയുന്നിടത്ത് മാത്രം ശ്രദ്ധിക്കുക. ഇവിടെ ഒന്നും നോക്കരുത്. ഇവിടെ പറഞ്ഞാൽ ഇവിടെ നോക്കണം. ഹൃദയരേഖ ഇത് നടുവിരലിന് താഴെയുള്ള ഭാഗം, ഇത് മോതിരവിരലിന് താഴെയുള്ള ഭാഗം. അപ്പോൾ ഈ മോതിരവിരലിന് താഴെയോ നടുവിരലിന് താഴെയോ അല്ലെങ്കിൽ 2 വിരലുകൾക്ക് മധ്യത്തിലോ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഹൃദയരേഖയിൽ നിന്ന് താഴേക്കൊരു ശാഖ, ഇത് കണ്ടോ, താഴേക്കൊരു ശാഖ ഇറങ്ങുക. ഇങ്ങനെ വന്നാലും ഈ പറഞ്ഞ കാര്യം തന്നെ ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇവരും ശ്രദ്ധിക്കണം. എനിക്ക് പറയാൻ ഒരുപാട് സമയമില്ല, അതുകൊണ്ടാണ്. ഇപ്പം ഈ രേഖയുള്ളവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ രേഖയുള്ളവർക്കും ബാധകമാണ് കേട്ടോ. ഈ രേഖ ഇങ്ങനെ താട്ട് രേഖയുള്ളവർക്കും ബാധകമാണ്. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അത് പലർക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യം. ഇത് ഭാഗ്യരേഖ അല്ലെങ്കിൽ വിധിരേഖ കണ്ടല്ലോ. ഈ വിധിരേഖ, ഈ രേഖ ഇവിടെ മുറിഞ്ഞ് കാണുക, അല്ലെങ്കിൽ ഇവിടെ മുറിഞ്ഞിട്ട് ഇവിടുന്ന് വേറൊരു രേഖ തുടങ്ങുക, അല്ലെങ്കിൽ ഈ ഭാഗത്ത് വെച്ച് ഈ ബുദ്ധിരേഖ താഴെ വെച്ച് ഇവിടുന്ന് ഒരു രേഖ കൂടെ മാറി തുടങ്ങുക, ഈ രേഖയ്ക്ക് കുറുകെ രേഖ കട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദാമ്പത്തിക ജീവിതത്തിൽ വിവാഹം കഴിച്ചവർ ശ്രദ്ധിക്കണം. അല്പം വഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അതൊക്കെ പരസ്പരം ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം കേട്ടോ. കുടുംബജീവിതം നഷ്ടപ്പെടുത്തരുത്. കാരണം അത് ഈശ്വരൻ നൽകുന്ന. നിങ്ങളിപ്പം വേറൊരു കുടുംബജീവിതത്തിലേക്ക് പോയാലും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. മനുഷ്യൻ്റെ പ്രകൃതമല്ലേ, വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് കഴിവതും പറ്റുമെങ്കിൽ ഉള്ള ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിടിവാശികളൊക്കെ ഉപേക്ഷിക്കുക. പിന്നെ വീട്ടിൽ കലഹങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ശ്രമിച്ച് മുന്നോട്ട് പോകണം. പിന്നെ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യുക. മാസത്തിൽ ഒരു ചൊവ്വാഴ്ചയെങ്കിലും സാധാ ഗുരുതി നിവേദ്യം 100 രൂപയുടെ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും പേര് ചെയ്യുക. ഇത് മാസത്തിൽ 1 വീതം സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ആവശ്യമുള്ളവർ ചെയ്താൽ മതി, ആവർത്തിക്കുക. കുടുംബൈക്യം ഉണ്ടാകും. ചെയ്ത് നോക്കുക. 100 രൂപയുടെ ഗുരുതി നിവേദ്യം ചെയ്താൽ മതി കേട്ടോ. ഭാര്യയുടെയും പേര് ചെയ്യുക, ഭർത്താവിൻ്റെയും പേര് ചെയ്യുക. ചൊവ്വാഴ്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ വേറെ ദിവസം പോയി ചെയ്തിട്ട് കാര്യമില്ല. ചൊവ്വാഴ്ച ചെയ്താൽ കുടുംബൈക്യം ഉണ്ടാവും, വെള്ളിയാഴ്ച ചെയ്താൽ ധനം ഉണ്ടാവും കേട്ടോ. ഗുരുതി നിവേദ്യം. അപ്പോൾ അത് നന്നായിരിക്കും. ഇനിയും പറയാൻ പോകുന്നത്, ഇപ്പോൾ ഇങ്ങനെ രേഖയുണ്ട്, ഇത് കണ്ടോ, ഈ രേഖയുണ്ട് അല്ലെങ്കിൽ ഈ രേഖയുണ്ട്. ഇത് രണ്ടും കൂടെ ചിലപ്പോൾ ഒരാളുടെ കയ്യെ വരണമെന്ന് നിർബന്ധമില്ല. ഇനിയും ഇത് രണ്ടും കൂടെ ചിലപ്പോൾ ഒരാളുടെ കയ്യെ വരാം. ഇനി ഇത് മാത്രം ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ധനത്തിന് പ്രതിസന്ധിയോ പണം നഷ്ടപ്പെടുമോ എന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾ ജനിച്ച സമയം, നിങ്ങളുടെ ഗ്രഹനില, ഇതൊക്കെ അനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരാം. ഇത് സാമാന്യ ഫലമാണ് പറയുന്നത്. ഈ വീഡിയോ പറയുന്ന മുഴുവൻ സാമാന്യ ഫലമാണ്. എങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ പണം നിങ്ങൾ കൊടുത്തു, സ്വർണം കൊടുത്തു, സ്വർണം നിങ്ങൾക്ക് കിട്ടുന്നില്ല, എന്നാ ചെയ്യണം? നേരെ അത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല. നമ്മൾ എന്ത് ചെയ്യണം? 1-2 പരിഹാരങ്ങൾ ഞാൻ പറയാം.
അത് ചെയ്യണം. ചെയ്തിട്ട് അത് മേടിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ചോദിക്കാതെ വീട്ടിൽ കയറി ഇരുന്നാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. വഴിപാട് ചെയ്യുകയും പരിശ്രമിക്കുകയും കൂടെ വേണം. മേടിച്ചെടുക്കാവുന്നൊരു വിശ്വാസം കൂടെ ഉള്ളിൽ വേണം കേട്ടോ, ഒരു ആത്മവിശ്വാസം കൂടെ വേണം. അപ്പം വഴിപാട് ചെയ്യാവുന്നത് സ്വർണ്ണമാണെങ്കിൽ ഭദ്രകാളിക്ക് 6 നാഴി പായസം വെള്ളിയാഴ്ച രാവിലെ കുളിച്ചീറനോടെ നേരുക. എന്നിട്ട് കിട്ടിക്കഴിയുമ്പോൾ ഒരു വെള്ളിയാഴ്ച വന്ന് ചെയ്തേക്കാമെന്ന് പറയുക. കിട്ടിക്കഴിയുമ്പം പോയി ചെയ്യുക. അങ്ങനെയാണ് 15 പവൻ്റെ സ്വർണം കിട്ടിയത്. ഇനിയും പണമാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണെങ്കിൽ ഭദ്രകാളിക്ക് 12 നാഴി പായസം നേരണം. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം കുളിച്ചീറനോടെ വെള്ളിയാഴ്ച കിഴക്കോട് തിരിഞ്ഞ് വസ്ത്രം എടുത്തുകൊണ്ട് കുളിച്ചീറനോടെ നേരുക. എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്, ഉടനെ ചിന്തിക്കരുത്. പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ കാര്യം നടന്നു കഴിയുമ്പോൾ ഒരു വെള്ളിയാഴ്ച പോയി ചെയ്യുക. എപ്പോഴും ഓർത്തോണം, കുളിമുറിയിലേക്ക് കയറുമ്പം ഇടതുകാല് വെച്ച് കയറണം, വലതുകാല് വെച്ച് ഇറങ്ങണം. അങ്ങനെ ചെയ്യും, അങ്ങനെ കൂടെ ചെയ്യണം, എന്നാലേ ഫലം ഉണ്ടാകത്തുള്ളൂ. ചുമ്മാ അങ്ങ് നേർന്നാൽ ഒന്നും ഫലം ഉണ്ടാകും. കുളിമുറിയിലേക്ക് കയറുമ്പം ഇടതുകാല് വെച്ച് കയറണം, ഇറങ്ങുമ്പം നേർന്നിട്ട് തിരിച്ചിറങ്ങുമ്പം വലതുകാല് വെച്ച് ഇറങ്ങണം. നേരുമ്പം ഇടതുകാലം വലതുകാലം മുന്നോട്ട് വെക്കുക. അങ്ങനെ ശ്രദ്ധിക്കേണ്ട, സാധാരണ പോലെ നിന്ന് നേർന്നാൽ മതി. ഇപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനിയും നിങ്ങൾക്ക് പണം കിട്ടാനുണ്ടെങ്കിൽ കദളിക്കൊല കൃഷ്ണന് വ്യാഴാഴ്ച രാവിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് പഴുത്തതായിരിക്കണം, നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കണം, ആരും ഇരിഞ്ഞൊന്നും ആയിരിക്കരുത്. പച്ചമരുന്നുകളിൽ നിന്ന് ബുധനാഴ്ച മേടിച്ച് വെക്കണം. വ്യാഴാഴ്ച വെളുപ്പിനെ പോയി കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ കദളിക്കൊല നടക്കി വെച്ച് ഈ പൈസ മേടിച്ച് തരണം, ഭഗവാനെ കൊണ്ട് നടക്കി വെക്കുക. വെച്ച് കഴിഞ്ഞ് പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. 3 മാസത്തിലൊരിക്കൽ ആവർത്തിക്കുക. കാര്യം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ചെയ്യണ്ട. പിന്നെ നമ്മളതോടൊപ്പം പരിശ്രമിക്കുകയും കൂടെ വേണം. ഇത് നിങ്ങളുടെ ആവശ്യം പോലെ ആവർത്തിച്ചാൽ മതി. നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക. അതാ ഞാൻ പറയുന്നത് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്. പിന്നെ അങ്ങനെ അത് ചിലർക്ക് ചിലപ്പം താമസം ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് അവൻ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, ആവശ്യമില്ലേ ചെയ്യണ്ട. ആവശ്യമില്ലേ ആവർത്തിക്കണ്ട. പൈസ കിട്ടിയിട്ട് ആവശ്യമില്ലേ ആവർത്തിക്കേണ്ട. ഇതൊന്നും ചെയ്യണ്ട. ആവശ്യമുള്ളവർ ചെയ്യുക കേട്ടോ. ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം, പണം മേടിക്കാൻ വേണ്ടി. അതിനുള്ള കാര്യങ്ങളൂടെ ചെയ്യണം. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമ്മൾ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തതോടൊപ്പം അതിനുവേണ്ടി പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം. ഈശ്വരാധീനം കൂടെ ആകുമ്പോഴാണ് അത് ഫലമുണ്ടാകുന്നത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഏതെങ്കിലും ഒരു ശനിയാഴ്ച വൈകുന്ന പാട് ഒരു ഓട്ടുവിളക്ക് മേടിച്ച് 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ച് പൈസ മേടിച്ചിടണേ ഭഗവാനെ നമ്മൾ ശിവനടയിൽ വെക്കുക. പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. അത് ഒരു തവണ ചെയ്യുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒരു 4 മാസത്തിലൊരിക്കൽ വേണേൽ ആവർത്തിക്കാം. പിന്നെ ചെയ്യാവുന്നത് നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. നാഗരാജാവെ പൈസ മേടിച്ച് തരണേ എന്ന് പറയുക. കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ചിലപ്പം നാഗരാജാവ് മേടിച്ച് തരും. നാഗരാജാവ് വിചാരിച്ചാൽ സിമ്പിളായിട്ട് പൈസ മേടിച്ച് തരാൻ പറ്റും. വലിയ പുള്ളികളെ വരെ വരുത്തി കൊണ്ടുവരാൻ പറ്റും. അപ്പം പക്ഷേ അദ്ദേഹം വിചാരിക്കണം, അതിന് നിങ്ങൾ മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. അത് ബുധനോ ഞായറാഴ്ചയോ ഒരു നെയ്വിളക്ക് നാഗരാജാവിനെ തെളിയിച്ച് കരഞ്ഞ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നാഗരാജാവെന്ന് വിളിക്കണം. ഒരു മന്ത്രവും ജപിക്കണം. നാഗരാജാവെന്ന് പറഞ്ഞാൽ മതി. രാവിലെ ചെയ്യുക. രാവിലെ ചെയ്യാവുള്ളൂ, വൈകിട്ട് ചെയ്യരുത്. അടുത്തുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ ദേവനല്ലേ ദേവിക്ക് എണ്ണയോ മാലയോ കൊടുത്തിട്ട് സർപ്പത്തിന് നടയിൽ വന്ന് ഒരു മൺചിരാതിനകത്ത് നെയ്യോ ഒഴിക്കുകയാണ് നല്ലത്. നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് കത്തിച്ച് നാഗരാജാവിനോട് മനസ്സുരുകി പ്രാർത്ഥിച്ച് നാഗരാജാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് പടിക്കെട്ടിനകത്തേക്ക് വെക്കരുത്, വെളിയിൽ വെക്കുക. രാവിലെ ചെയ്യുക. മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ ഇത് ചെയ്യാം. പറ്റത്തില്ലെങ്കിൽ പറ്റുന്നിടത്ത് ചെയ്യുക. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് വേറെ ഒരു കാര്യത്തിന് വേണ്ടി ഇതുപോലെ ചെയ്യുക. പെട്ടെന്ന് സാമ്പത്തിക ബ്ലോക്ക് മാറാൻ ചെയ്യുക. കടം, ഞാൻ ബാംഗ്ലൂരുള്ള ഒരാൾക്ക് വലിയ ലക്ഷങ്ങൾ കടം വീടിയ ഒരു അനുഭവം, പഴയൊരു വീഡിയോ, ഒരുപാട് പഴയതല്ല. അത് ഈ നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ചാണ്, ബുധനും ഞായറും. അത് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ചിട്ടിയൊക്കെ അടിക്കാനും ചെയ്യാം. എന്ന് വെച്ചാൽ അടിക്കുമെന്ന് ഉറപ്പൊന്നും നമുക്ക് പറയാൻ ഉറപ്പായിട്ടൊന്നും അടിക്കണമെന്ന് നിർബന്ധമില്ല. ശ്രമിച്ചു നോക്കാം. ചിലർക്ക് ചിലപ്പോൾ അടിച്ചിട്ടുണ്ട്. ബട്ട് അത്യാവശ്യത്തിന് പണമൊക്കെ കിട്ടണേ ഇത് ചെയ്യാം. പിന്നെ നമുക്ക് കടം മാറാൻ വേണ്ടി ചെയ്യാം. സാമ്പത്തികം നല്ലതായിട്ട് ഉണ്ടാകാൻ ചെയ്യാം. കിട്ടാക്കട ഇതുപോലെ കിട്ടാൻ വേണ്ടി ചെയ്യാം. നാഗരാജാവ് വിചാരിച്ചാൽ ഏത് നടക്കും. പക്ഷെ നിങ്ങൾ അതുപോലെ വിളിക്കണം, അതായത് വിശ്വസിക്കണം. പിന്നെ ഞായറും ബുധനും സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. നിങ്ങളുടെ വിശ്വാസം കൂടെ അവിടെ ചെല്ലണം. നമ്മൾ ഏത് വഴിപാട് ചെയ്താലും നമ്മുടെ മനസ്സങ്ങ് ചെല്ലണം. മനസ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെല്ലത്തില്ല. അതുകൊണ്ടായി പറയുന്നത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ടെൻഷനും നിരാശാബോധവും നടക്കത്തില്ല എന്നുള്ള ചിന്തയും, ആ ചിന്തയുണ്ടെങ്കിൽ നടക്കത്തില്ല. അത് ശരിയാണ്. മനസ്സ് എപ്പോഴും ഒരു നിഷ്കളങ്കമായ മനസ്സോടു കൂടി പ്രാർത്ഥിക്കുമ്പോഴേ മനസ്സ് ആ ദേവതയെ ചെല്ലത്തുള്ളൂ. അത് നമ്മുടെ കയ്യിലല്ല മനസ്സ്. നമ്മൾ ഉദ്ദേശിക്കുന്ന മനസ്സ് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് പലതവണ വഴിപാട് ആവർത്തിക്കണമെന്ന് പറയുന്നത്. ആവർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തവണ ആ ദേവതയെ മനസ്സ് ചെല്ലും. അപ്പം കാര്യം നടക്കും. പറഞ്ഞാൽ മനസ്സിലാകും. അതുകൊണ്ടാണ് ആവർത്തിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം.
അത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമല്ല. മനസ്സ് നമ്മുടെ കയ്യിലല്ല. നമ്മളിപ്പം നമ്മുടെ മനസ്സ് നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നു വിചാരിച്ചാലും ചിലപ്പോൾ ആ സമയത്ത് എവിടെയെങ്കിലും ചിന്ത പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ടെൻഷൻ കയറി വരും. അപ്പം മനസ്സ് ചില സമയത്ത് പക്ഷേ ആ ദേവതയെ ചൊല്ലും. അതുകൊണ്ടാണ് പല തവണ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇത് ചെയ്യുക നല്ലതാണ്. പിന്നെ ചെയ്യാവുന്ന കാര്യം, കറുത്തവാവിന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. ചുമന്ന പട്ടും ഒരു 20-30 രൂപയുടെ എള്ളെണ്ണ. ഞാൻ നേരത്തെ 20 രൂപയുടെ എള്ളെണ്ണ 20 രൂപയുടെ എള്ളെണ്ണ എന്ന് പറഞ്ഞ് എനിക്ക് പലരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, സാറേ ഇപ്പോൾ 20 രൂപയ്ക്ക് എവിടെ എള്ളെണ്ണ കിട്ടുന്നത്, 30 രൂപയ്ക്കാവും. അപ്പം മുതൽ 30 രൂപയാക്കി 30 രൂപയുടെ എള്ളെണ്ണ ഒരു ചുമന്ന പട്ടും മേടിച്ച് കൂട്ടിപ്പിടിച്ച് 3 വലത് വയ്ക്കണം. അപ്പം ചിലർ ചോദിക്കും വലത് വെച്ച് എന്ന കാര്യം നടക്കും. പറഞ്ഞാൽ മനസ്സിലായോ? വലത് വെച്ചാൽ കാര്യം നടക്കും, അത്ര തന്നെ. അപ്പോൾ 3 വലത് വെക്കുക. എന്നിട്ട് മൂന്നാമത്തെ വലത്ത് ഒരു വലത്താണേലും മതി, വലത്ത് വെച്ചിട്ട് ഈ കിട്ടാനുള്ള പൈസ മേടിച്ച് തരണമെന്ന് അടക്കി വെക്കുക. പിന്നെ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കരുത്. ഇത് 3 മാസത്തിലൊരിക്കൽ കറുത്തവാവ് തോറും രാവിലെ ചെയ്യുക. വിശ്വാസത്തോടെ ചെയ്താൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലും ചെയ്യാം, നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും ചെയ്യാം. പെട്ടെന്ന് ഫലം ഉണ്ടാവും. വലിയ തുകകളൊക്കെ ആണെങ്കിൽ ഇപ്പം 15 പവൻ കിട്ടിയെന്ന് പറഞ്ഞില്ല, ഇപ്പം പവൻ എത്ര രൂപ, സ്വർണ്ണത്തിന് ദിവസം വില കൂടിക്കൊണ്ടിരിക്കുക. അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അവർ ചെയ്ത വഴിപാടും ഞാൻ പറഞ്ഞ ലളിതമായൊരു കാര്യം ഭദ്രകാളിക്ക് ചെയ്ത് അറുതാഴി പായസം അങ്ങനെ നേർന്ന ലളിതമായ അറുതാഴി പായസം, ഒരു പായസം ലളിതമായ പായസമാണ് നേർന്ന. ഞാൻ പറഞ്ഞ രീതി പറഞ്ഞ് മനസ്സിലായോ? അതുപോലുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. നേർന്നെന്ന് കരുതിയാൽ നിങ്ങൾക്ക് വിശ്വാസവും കൂടെ വരണം, പിന്നെ പ്രയത്നം കൂടെ ഉണ്ടായാലേ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. അത് പറയുന്നത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വിശ്വാസവും വരണം, നിങ്ങൾക്ക് അതിന് പ്രയത്നിക്കുകയും കൂടെ വേണം കേട്ടോ. അത് എപ്പോഴും ഓർത്തുള്ളൂ. അതങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ഫലം ലഭിക്കുന്നത്. അതിന് ഒരു രീതി ഉണ്ടല്ലോ. അവിടെ ഇത് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇനിയും ഇതുപോലെ ആപത്തുകളിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടി ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാല അല്ല ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും കടുംപായസവും ചെയ്യുന്നതല്ല. ഇത് മാസത്തിലുള്ള ഒരു വെള്ളിയാഴ്ചയോ സാധാ വെള്ളിയാഴ്ചയോ എങ്ങനെ വേണമെങ്കിലും ആവർത്തിക്കാം. മാസത്തിൽ ഒന്നെങ്കിലും ചെയ്യണം. ഒരു തട്ടിപ്പിലും പോയി ചാടാതിരിക്കാൻ നല്ലതാണ്. പിന്നെ നമ്മളോട് അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കൃഷ്ണന് പൗർണമി ദിവസം പാൽപ്പായസം, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, ത്രിമധുരം ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പിന്നെ തുളസിമാലയും കൂടെ വെക്കുന്നത് നല്ലതാണ്. ഭഗവാനെ ഒരു തുളസിയിലയുടെയെങ്കിലും പുണ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും തരണമെന്ന് പറഞ്ഞ് ഇത് മാസത്തിൽ 1 വീതം ആവർത്തിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക, ആവർത്തിച്ചാൽ അതിൻ്റെ ഗുണം ഉണ്ടാകും. അപ്പം ഇങ്ങനെ ചെയ്താലും ഈ 2 കാര്യങ്ങൾ ചെയ്താൽ ആപത്തിൽ പോയി ചാടത്തില്ല. പലപ്പോഴും നമ്മളെങ്ങനെങ്കിലുമൊക്കെ ആപത്തിൽ ചാടാതെ രക്ഷപ്പെടും. തട്ടിപ്പുകളിൽ ഒന്നും പോയി ചാടത്തില്ല കേട്ടോ. ഇപ്പം ഇത് ആവശ്യമുള്ളത് ചെയ്യുക. അപ്പം തട്ടിപ്പിൽ ചാടിയവർക്ക് വേണ്ട കാര്യം പറഞ്ഞു, ചാടാൻ നിൽക്കുന്നവർക്ക് വേണ്ട കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ ശിവോഹം. പറഞ്ഞ് എൻ്റെ വായിലെ വെള്ളം പറ്റി, നല്ല ദാഹമുണ്ട്, ഞാനതിൽ നിർത്തുകയാണ്. ഇത്രയും വായിലെ വെള്ളം പറ്റി കാര്യങ്ങൾ പറഞ്ഞിട്ടും ഈ വീഡിയോ ഒന്നും കാണാതെ ഞാൻ തിരക്കിയിരിക്കുമ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ എന്നോട് വാട്സപ്പിൽ ചോദിക്കുന്നത് ശരിയാണോ നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇത്രയും വായലച്ച് പറഞ്ഞിട്ട് ഇത്രയും വിശദമായിട്ട് പറഞ്ഞിട്ട് അതൊന്നും കാണാതെ ഈ പറഞ്ഞ കാര്യം തന്നെ എന്നോട് വാട്സപ്പിൽ സംശയമായിട്ട് ചോദിക്കുക. അത് ശരിയാണോ നിങ്ങൾ തന്നെ ചിന്തിക്കുക തിരക്കിയിരിക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് എന്ത് അത്യാവശ്യമുള്ളൊരു കാര്യമോ നല്ല കാര്യമായിരിക്കണം. മറ്റുള്ളവനോട് ഭാരം വെക്കുന്നതോ ഒന്നും എന്നോട് ചോദിക്കരുത്. നല്ല കാര്യം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും വളരെ ചുരുക്കി ഒരു ചെറിയ വോയിസായിട്ട്, വലിയ കഥയായിട്ട് പറയരുത്. എൻ്റെ അളിയനത് ചെയ്തു, എൻ്റെ അമ്മാച്ചൻ ഇത് ചെയ്തു, അമ്മായിയമ്മ ഇത് ചെയ്തു, വലിയ ലോങ് സ്റ്റോറിയായിട്ട് പറയരുത്. ഞാനൊരു കഥാകാരനൊന്നുമല്ല. കഥ കേൾക്കാൻ വളരെ ചുരുക്കി ഒരു ചെറിയ വോയിസായിട്ട് ഇടുക. നിങ്ങൾക്ക് ഏതെങ്കിലും അത്യാവശ്യമുള്ള നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള നല്ല കാര്യം അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും എനിക്കറിയാം നല്ല കാര്യം പറഞ്ഞു തരും. അങ്ങനെ ഇടുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭഗവാന്റെ മുന്നിൽ വെച്ച് ഞാൻ പറയുന്നത്. ഞാനതിന് സമയമൊന്നും നോക്കാറില്ല. എത്ര സമയം എൻ്റെ അങ്ങനെ പോകുന്നറിയാം. അതിനാരും ദക്ഷിണയും ഇടരുത്. തിരിട്ടാൽ ഞാൻ തിരിച്ചിടും. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അതിനു വേണ്ടിയല്ല അത് പറഞ്ഞു തരുന്നത്. വിശദമായിട്ട് നോക്കുന്നതിന് തുച്ഛമായൊരു ഫീസ് പറയും. അത് നോക്കുന്നതിന് മാത്രം അങ്ങനെ ചെയ്യുന്നവർ അത് ചെയ്താൽ മതി. അല്ലാതെ ഞാൻ പരിഹാരങ്ങളൊക്കെ ചെറുത് പറഞ്ഞു തരുന്നത് അതിനൊന്നും ദക്ഷിണയൊന്നും ഇടരുത്. അങ്ങനെയുള്ള ആളല്ല ഞാൻ. അതിനുവേണ്ടി ഒന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുമ്പോൾ നമുക്ക് സന്തോഷം. നിങ്ങൾ ശിവഭഗവാനോട് നന്ദി പറയുക. ഇനിയും നിങ്ങൾ ശിവന് പോയൊരു പാൽപ്പായസം ചെയ്യുക. ശനിയാഴ്ച പാർവ്വതിദേവിക്ക് പിൻവളക്കം ചെയ്യുക. എനിക്ക് സന്തോഷമാണ്. അല്ലാതെ ചെറിയ ഇങ്ങനെ നോക്കി പറഞ്ഞു തരുന്നതിന് ഒന്നും വിടരുത് കേട്ടോ. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ദിവസവും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക്, എത്രയോ വർഷങ്ങളായിട്ട്. അത് ഈശ്വരൻ എനിക്ക് തന്നൊരു അവസരമാണെന്ന് ഞാൻ വിചാരിച്ചു. എല്ലാം നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ എല്ലാം നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം എൻ്റെ അനുഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള സ്വീകരിക്കാനും തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
ആവശ്യമുള്ളവർ സ്വീകരിക്കുക, അല്ലാത്തൊരു തള്ളിക്കളയുക. ശരിയാ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്കെല്ലാം ജീവിതത്തിൽ ഗുണം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. ഓം ശിവായ നമ യന വശിമാ മവയന ശി ശയനമ വശിമയന. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. ഓം ശിവം സർവം ശിവോഹം. ഇത് അഘോരികൾ ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, അമ്മ പാർവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, മഹാഗുരുക്കന്മാർ അനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാവരുടെയും ജീവിതം മാറട്ടെ, എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷമായ ഹൃദയത്തോടു കൂടി എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ. ഓം അഗതീശായ നമഃ.